ദൈവത്തിന് സ്തുതി. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിച്ചതൊന്നും നശിച്ചു പോവുകയില്ല. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായ ജീവിതങ്ങളൊക്കെയും സുന്ദരമായി തീരും. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുവാൻ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ സന്നദ്ധിയിൽ അർപ്പിക്കുവാൻ ഒരുപാട് പ്രാർത്ഥനകളും നിയോഗങ്ങളും ഞങ്ങൾക്കുണ്ട്. അമ്മേ, അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ. താഴ്മയോടെ പ്രാർത്ഥിക്കാം. വേദന നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഞങ്ങളെ ഞെരുക്കുമ്പോൾ അമ്മേ, നിരാശപ്പെടാതിരിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ അമ്മ കൃപ ചൊരിയണമേ. സ്നേഹമുള്ളവരെ, അമ്മയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അമ്മേ, ഈശോയുടെ അമ്മേ, ഞങ്ങളുടെ അമ്മേ, അമ്മയുടെ പുത്രൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. പരിശുദ്ധ അമ്മേ, പാവപങ്കിലമായ ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് ത്രിത്വക ദൈവത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പാടി സ്തുതിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കില്ലേ? അമ്മേ, സഹായിക്കണമേ അമ്മേ. മന്നിതിൽ ജീവൻ വെടിയും നേരം വിണ്ണിലടഞ്ഞോ ദാസൻ ഞാൻ. മന്നിതിൽ ജീവൻ വെടിയും നേരം വിണ്ണിലടഞ്ഞോ ദാസൻ ഞാൻ. നിന്നോടൊന്നായി ഈശനെ വാഴ്ത്താൻ തുണയേകണമേ തായേ നീ. നിന്നോടൊന്നായി ഈശനെ വാഴ്ത്താൻ തുണയേകണമേ
എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. ആവേ മരിയ. പരിശുദ്ധ അമ്മയുടെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, സ്തുതിക്കപ്പെടട്ടെ. അമ്മയുടെ മക്കളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അമ്മയുടെ മാധ്യസ്ഥം തേടുന്നത് അമ്മയ്ക്ക് ഏറെ സന്തോഷദായകമാണ്. കാരണം അമ്മയുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ആത്മീയ ആനന്ദത്തിലും നിറവിലുമായിരിക്കുന്നത് അമ്മയ്ക്ക് വളരെ സന്തോഷമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് വേദന ജനിപ്പിക്കുന്നൊരു കാര്യമാണ് മക്കൾ പാപം ചെയ്ത് ജീവിക്കുന്നത് കാണുന്നത്. പരിശുദ്ധ അമ്മ എപ്പോഴും ആവശ്യപ്പെടുന്നൊരു കാര്യവുമാണ് മക്കളെ പാപത്തിൽ നിന്ന്, പാപത്തെ സാഹചര്യങ്ങളോടെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കുക എന്ന്. അമ്മയുടെ മാധ്യസ്ഥത്താൽ സംഭവിച്ച ഒരു സംഭവം തന്നെ അനുസ്മരിപ്പിക്കുവാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന് പുറത്തു നിന്ന് ഏതാനും സഹോദരങ്ങൾ ഒരു ദിവസം ഇവിടെ ഈ ആലയത്തിൽ വന്ന് ഇവിടെയൊക്കെ ഒന്ന് സന്ദർശിച്ച് എല്ലാം കണ്ട് കേട്ട് പോകാനായിട്ട് വന്നു. അതിലൊരു സഹോദരൻ കാണുമ്പോൾ തന്നെ ധനാഢ്യനായ ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാം. ആ സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആ സഹോദരൻ്റെ ഒരു കസിന് കേരളത്തിലുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പങ്കെടുത്ത് ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായ ശരീര സൗഖ്യം കിട്ടി. അന്നു മുതൽ ഈ സഹോദരൻ്റെ മനസ്സിലൊരു ചിന്തയാണ്, എന്തിനാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ കസിന് സൗഖ്യം കിട്ടിയത്. ദിവ്യകാരുണ്യത്തിന് അതിൻ്റേതായ ഒരു പ്രത്യേകതയില്ലേ എന്നൊക്കെയുള്ള ചോദ്യമായിട്ട് അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, കഴിഞ്ഞ 28 വർഷങ്ങളായിട്ട് ഒരിക്കൽ പോലും ദേവാലയം കാണാത്തൊരു വ്യക്തിയാണ്. തന്നെയുമല്ല, അദ്ദേഹം ധനാഢ്യനാണെന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പൈസ മുടക്കി ലോഡ്ജുകൾ ഉണ്ടാക്കി ആ ലോഡ്ജുകളിൽ ശരീരം വിറ്റ് കാശാക്കുന്നവരെ താമസിപ്പിച്ച്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വേശ്യാവൃത്തി ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കോടികൾ സമ്പാദിച്ച വ്യക്തി, കയ്യിലും കഴുത്തിലുമൊക്കെ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അദ്ദേഹം എന്നിട്ടും ഇത് ചോദിച്ചപ്പോൾ കൂടെ നിന്നിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അദ്ദേഹത്തോടായിട്ട് ഞാൻ പറഞ്ഞു, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ സഹോദരന് മനസ്സിലാകാത്തതിൻ്റെ കാരണം സഹോദരൻ വിശുദ്ധ കുർബാനയുടെ വെളിച്ചത്തിലല്ല. ജപമാല പ്രാർത്ഥന എന്ന ആയുധത്തിൻ്റെ ഉപയോഗം സഹോദരന് അറിഞ്ഞും കൂടാ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. എന്താണെങ്കിലും ഞാൻ സഹോദരനോട് സംസാരിക്കാം. സഹോദര, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുന്ന അരുളിക്കായുണ്ടല്ലോ, ആ അരുളിക്ക പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമാണ്. ആ അരുളിക്കായിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യമുണ്ടല്ലോ, അത് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും പുത്രനായ ദൈവം അപ്പമായി മനുഷ്യകുലത്തിന് മുഴുവൻ അപ്പമായി തീർന്നതിൻ്റെ അനുഭവവുമാണ്. ജീവിക്കുന്ന ദൈവമാണ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുക. ജീവിക്കുന്ന ദൈവം യുഗാന്തം വരെ നിങ്ങളോടുകൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത് സ്ഥാപിച്ച കൂദാശയാണ് വിശുദ്ധ കുർബാന. ഈ കുർബാനയെ ആജീവനാന്തം ഉൾക്കൊണ്ട് ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ ഹൃദയത്തിലാണ് വിശുദ്ധ കുർബാന ഇരിക്കുന്നത്. ആ അമ്മയുടെ ഹൃദയത്തിലിരിക്കുന്ന വിശുദ്ധ കുർബാനയായ നമ്മുടെ ജീവിക്കുന്ന ദൈവമായ ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് ജപമാല പ്രാർത്ഥന ചൊല്ലുക എന്നാൽ വചനം മുഴുവനും ധ്യാനിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അദ്ദേഹത്തോട് വചനം എങ്ങനെ ധ്യാനിക്കാമെന്നും രഹസ്യങ്ങൾ എങ്ങനെ ധ്യാനിക്കാമെന്നും വചന പ്രാർത്ഥനയാണ് ജപമാല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നും വളരെ വിസ്തരിച്ച് വിശാലമായി പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് കേട്ടു. എത്രമാത്രം ഉൾക്കൊണ്ടു എന്നെനിക്കറിയില്ല. ഏതായാലും ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അദ്ദേഹത്തോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞില്ല. ആദ്യം
ഇത്രയും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര മാനസാന്തരപ്പെട്. മാനസാന്തരത്തിലേക്ക് സഹോദരനെ നയിക്കാൻ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട്. സഹോദരൻ്റെ തിരിച്ചുവരവും കാത്ത് സ്വർഗത്തിലെ അമ്മ എപ്പോഴും കാത്തിരിപ്പുണ്ട് എന്ന് സഹോദരൻ മനസ്സിലാക്കണം. അത് സഹോദരനെ സ്നേഹിക്കുന്ന അമ്മയാണ്. ആ അമ്മയുടെ കരങ്ങളിൽ പിടിക്കാൻ ജപമാലയേക്കാൾ ഏറ്റവും എളുപ്പമേറിയ ഒരു മാർഗമില്ല. അതുകൊണ്ട് സഹോദരൻ ഒരു കാര്യം ചെയ്യണം, എന്നോടൊപ്പം ഇപ്പോൾ ഒരു ജപമാല ചൊല്ലണം. ആ സഹോദരൻ സമ്മതിച്ചു. സഹോദരൻ്റെ കൂടെ വന്നവരും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ജപമാല 53 മണി ജപം ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് വേറെ ഒന്നും സംസാരിച്ചില്ല. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു, അടുത്ത മാസം ഇതേ ദിവസം സഹോദരൻ ഇവിടെ ഒന്ന് വരാവോ? മാനസാന്തരപ്പെടണം ഇല്ല എന്ന് പെടരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. സഹോദരൻ്റെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടത് കാണാൻ സാധിക്കുമെന്ന് അമ്മയുടെ മകളായ എനിക്ക് ഉറപ്പുണ്ട്. അമ്മ പ്രവർത്തിക്കും. കാരണം അമ്മ സഹോദരനെ സ്നേഹിക്കുന്നു. ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിർത്തുക. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. ഈ ആലയത്തെ നശിപ്പിക്കാൻ ഒരിക്കൽ പോലും ലോഡ്ജിൻ്റെ ഒരു റൂമും തുറന്നു കൊടുക്കരുത്. എന്നാണോ സഹോദരൻ്റെ ആ സ്ഥാപനത്തിലെത്തുന്നത്, അന്ന് എന്നേക്കുമായി അത് പൂട്ടണം. എന്നിട്ട് ജപമാല എടുക്കണം. ഇന്ന് കൂടെയുള്ളവരൊന്നും നാളെ ഉണ്ടാകണമെന്നില്ല ഈ കാര്യം കൊണ്ട്. എന്നാൽ സഹോദരനെ സ്നേഹിക്കാൻ സ്വർഗം മുഴുവനുണ്ടാകും. ഈ ഉറപ്പോടെ സഹോദരൻ തിരിച്ചുപോയി. ഞാൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പിറ്റേ മാസം അതേ ദിവസം ആ സഹോദരൻ 3 കൂട്ടുകാരുമായിട്ട് വന്നു. എന്നോട് ചോദിച്ചു, എന്നെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അന്ന് വന്നപ്പോൾ 7 കൂട്ടുകാരുണ്ടായിരുന്നു, ഇന്ന് 3 കൂട്ടുകാരേ ഉള്ളൂ. സഹോദരൻ്റെ മുഖത്തിനും ഒരു പ്രകാശമൊക്കെയുണ്ട്. എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ മാത്രമല്ല, എൻ്റെ കുടുംബവും എന്നെ ഉപേക്ഷിച്ചു. ഞാൻ സഹോദരി പറഞ്ഞതുപോലെ വേശ്യാലയങ്ങൾ പൂട്ടി. ആ പൂട്ടിയ ഒരൊറ്റ കാരണത്താൽ, സമ്പാദ്യം കുറഞ്ഞു എന്ന കാരണത്താൽ എന്നിൽ നിന്ന് അനേകർ ഇറങ്ങിപ്പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? സഹോദരന് സമാധാനമില്ലേ? ലോകത്തിൻ്റെ ദൃഷ്ടിയാൽ ഞാൻ ഇന്ന് നികൃഷ്ടനാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. പരിശുദ്ധ ദൈവമാതാവ് ആ സഹോദരൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. തുടർന്നുള്ള നാളുകളിൽ ഒരു ധ്യാനം കൂടാനും പൂർണ്ണമായ ഒരു കുമ്പസാരം നടത്താനും അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് ഉപേക്ഷിക്കുവാനും ഈ ഒരു സാഹചര്യം കാരണമായി എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ പാപികളുടെ സങ്കേതമാണ്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയാണ്. നന്മ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ നന്മ നിറയ്ക്കാൻ ഓടി വരുന്ന അമ്മയാണ്. അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും വ്യക്തികളും ഒരു കാലത്തും നശിക്കുകയില്ല. കാരണം അമ്മയിലുള്ള ഉറപ്പ് നിത്യരക്ഷയുടെ അലംഘനീയമായ ഉറപ്പാണ്. ആവേ മരിയ. ഈശോയ്ക്ക് സ്തുതി. സർവപ്രപഞ്ചത്തിൻ്റെയും സംവിധായകനായ ദൈവത്തിൻ്റെ പ്രിയപുത്രിയും പ്രിയ മണവാട്ടിയും പ്രിയ അമ്മയുമാകാൻ ജീവിതത്തെ മുഴുവനും സുഹൃതങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു പെൺകുട്ടി, അവളാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ ഇരണേവൂസ് പറയുന്നു, അവൾ തൻ്റെ അനുസരണം മൂലം തൻ്റെ തന്നെയും എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് കാരണമായി. അതെ, ഈ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ആശ്വാസം. നമുക്ക് വേണ്ടി തൻ്റെ തിരുക്കുമാരനെ നൽകുവാൻ തക്ക വിധം അമ്മയും നമ്മളെ സ്നേഹിച്ചു. ഈ അമ്മയോട് ചേർന്ന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ അമ്മയെ അമ്മേ എന്ന് വിളിക്കുന്ന എല്ലാ മനുഷ്യ മക്കളോടും ചേർന്ന് അമ്മയുടെ അപദാനങ്ങൾ നമുക്ക് പാടാം. അമ്മയുടെ മധ്യസ്ഥം നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
അമ്മേ മറിയമേ, പരിശുദ്ധാത്മാവിൻ മണവാട്ടിയേ, മാനവർ ഞങ്ങൾ തൻ ആശ്രയമേ, മാലോകർ ഞങ്ങൾ വണങ്ങുന്നു നിന്നെ, മാലോകർ ഞങ്ങൾ വാഴ്ത്തുന്നു. അമ്മേ മറിയമേ, പരിശുദ്ധാത്മാവിൻ മണവാട്ടിയേ, മാനവർ ഞങ്ങൾ തൻ ആശ്രയമേ, മാലോകർ ഞങ്ങൾ വണങ്ങുന്നു നിന്നെ, മാലോകർ ഞങ്ങൾ വാഴ്ത്തുന്നു. അമ്മേ തായേ മറിയാമ്പികേ, അമലോത്ഭവയാം മാതാവേ, കാരുണ്യത്തിൻ നിറകുടമേ, പ്രാർത്ഥിപ്പൂ നിൻ മാധ്യസ്ഥ്യം. അമ്മേ തായേ മറിയാമ്പികേ, അമലോത്ഭവയാം മാതാവേ, കാരുണ്യത്തിൻ നിറകുടമേ, പ്രാർത്ഥിപ്പൂ നിൻ മാധ്യസ്ഥ്യം. പാപികളെ ഇത്രയും അധികം സ്നേഹിച്ച ഒരമ്മ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനെ പാപികളായ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത്. ഈ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം, എൻ്റെ അമ്മേ എന്നെ രക്ഷിക്കണമേ എന്ന്. ഈ ലോകരക്ഷകനേ, ഞങ്ങൾക്കായി തന്ന തായേ, ഈ ലോകരക്ഷകനേ, ഞങ്ങൾക്കായി തന്ന തായേ, നിൻ സുതനോടൊത്തു ബലിയർപ്പിക്കാൻ ആൽവരി പൂകിയ തായേ, നിൻ സുതനോടൊത്തു ബലിയർപ്പിക്കാൻ ആൽവരി പൂകിയ തായേ. അമ്മേ തായേ മറിയാമ്പികേ, അമലോത്ഭവയാം മാതാവേ, കാരുണ്യത്തിൻ നിറകുടമേ, പ്രാർത്ഥിപ്പൂ നിൻ മാധ്യസ്ഥ്യം. പാപത്തെ ജയിക്കുവാൻ ദൈവത്തെ ആശ്രയിക്കുകയും ഇത്രമാത്രം വിശ്വസിക്കുകയും ചെയ്ത ഒരു പരിശുദ്ധ അമ്മ നമുക്കുണ്ട്. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകളെ, അതിൻ്റെ എല്ലാ രൂപഭാവങ്ങളെയും മനസ്സിലാക്കുവാൻ, അതിനെ തിരിച്ചറിയുവാനും അതിനെ വെല്ലുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന്. പാപത്തിൻ ഹേതുവാകും സാത്താനെ വെന്നവളേ, പാപത്തിൻ ഹേതുവാകും സാത്താനെ വെന്നവളേ, ഈ ലോകത്തിന്മയെ ജയിച്ചിടുവാൻ യാചിപ്പൂ നിൻ
മാനവർ ഞങ്ങൾ തൻ ആശ്രയമേ, മാലോകർ ഞങ്ങൾ വണങ്ങുന്നു നിന്നെ, മാലോകർ ഞങ്ങൾ വാഴ്ത്തുന്നു. അമ്മേ തായേ മരിയാമ്പികേ, അമലോത്ഭവയാം മാതാവേ, കാരുണ്യത്തിൻ നിറകുടമേ, പ്രാർത്ഥിപ്പൂ നിൻ മാധ്യസ്ഥ്യം. അമ്മേ തായേ മരിയാമ്പികേ, അമലോത്ഭവയാം മാതാവേ, കാരുണ്യത്തിൻ നിറകുടമേ, പ്രാർത്ഥിപ്പൂ നിൻ മാധ്യസ്ഥ്യം. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെന്ന് കരഞ്ഞപ്പോൾ ആ അമ്മ സ്നേഹപൂർവ്വം പത്രോസിനെ സ്വീകരിച്ചു. നമ്മളുടെ പാപങ്ങളും പരിശുദ്ധ അമ്മയോട് ഏറ്റുപറയുമ്പോൾ ഈ അമ്മ സ്നേഹപൂർവ്വം നമ്മളെ സ്വീകരിക്കും. ഇത്രയും നല്ലൊരമ്മ സ്വർഗത്തിൽ എനിക്കുണ്ടെന്നുള്ളത് എത്രയോ ആശ്വാസമാണ്. അമ്മയോട് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സങ്കടങ്ങളും, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും, നമ്മുടെ പാപാവസ്ഥകളും, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. എല്ലാ നിമിഷവും പരിശുദ്ധ അമ്മയോട് കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ ദിവസവും അമ്മയോട് കൂടി ആയിരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതം സുകൃതങ്ങളാൽ അലങ്കരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ.